ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ പ്രഡിക്ഷൻ. കാരണം ഞാൻ പറയുന്നത് ശരിയാണോ ഇല്ലയെന്ന് എനിക്ക് അറിയാം. വിഷ്ണുവിന് പെണ്ണാണോ ആണാണോ? എനിക്ക് പെൺകുഞ്ഞ് വേണമെന്നാണ് ആഗ്രഹം. ഭയങ്കര എക്സൈറ്റഡ് ആണ് ബേബി വരാൻ വേണ്ടിയിട്ട്. ഇന്നാണ് നമ്മുടെ വളകാപ്പ്. കോസ്റ്റ്യൂം ഞാൻ പോത്തീസിൽ നിന്ന് ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. 1400 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ റോസ് സിൽക്കോ സെമി സിൽക്കോ എന്തോ എടുത്തിട്ടാണ് ഉടുപ്പ് തയ്ക്കാൻ വേണ്ടി കൊടുത്തത്. അമ്മയ്ക്കാണെങ്കിൽ വയറ് കാണിച്ചിട്ടെന്ന് പറഞ്ഞപ്പോഴേ കിളി പോയി. ഒരുപാട് അങ്ങനെ ഒന്നും അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല. എന്നാ കുറച്ചും കൂടെ ഞാൻ 2 ദിവസത്തിന് മുന്നെയാണ് തയ്ക്കാൻ കൊണ്ട് കൊടുത്തത്. പ്രതുവേണയിലായതുകൊണ്ട് പിന്നെ സീനില്ല. ചേച്ചി നന്നായിട്ട് തച്ച് തരുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ടെൻഷനൊന്നും. അത് കഴിഞ്ഞ് ഞങ്ങൾ വേളിയിൽ പോയിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. വില്ല അസ്റ്റോറിയാണ്. അപ്പോൾ അവിടെ തന്നെ ഫർണിച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് വളകാപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഒന്നും എടുക്കാനില്ല. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടാണെങ്കിലും നല്ല നല്ല സ്പോട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. റൂമാണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഒക്കെ. പക്ഷേ ചിപ്പിക്ക് ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഇഷ്ടപ്പെട്ടത് ആ ഊഞ്ഞാലാണ്. അപ്പോൾ അവൾ പറഞ്ഞു ചെയേഴ്സിൽ വേണ്ട, നമുക്ക് ഊഞ്ഞാലിരുന്ന് വളകാപ്പ് ചെയ്യാതെ അവളുടെ ഐഡിയ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഓക്കെ ശരി അതും കൊള്ളാമല്ലോ, അവൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ഓക്കെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. വളകാപ്പിന്റെ സ്ഥലം കാണാൻ വന്നതാണ്. ഇനി ഇവിടെ പൂളൊക്കെ വരുമെന്നാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മെഹന്തി ഇടണം. ഹെന്ന ബൈ നിസയാണ് കേട്ടോ. അപ്പം നിസയാണ് ഞങ്ങൾക്ക് മൈലാഞ്ചി ഇടുന്നത്. നല്ലോണം ഇട്ട് തന്നു. പെട്ടെന്ന് ഇടുകയും ചെയ്യും കേട്ടോ. അവള് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇട്ടത്. അപ്പം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഡിസൈൻ ഒന്നുമില്ല. ഇഷ്ടമുള്ള പോലെ ഇട്ടോളം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്ത് കൊടുക്കാണ്ട് നമുക്ക് തന്നെ ചെയ്യാം, എക്സ്പെൻസ് കുറയ്ക്കാമെന്ന് വെച്ചിട്ട് ഡെക്കറേഷനൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത്. വിഷ്ണുവും ചിപ്പിയും ആശേണ്ണും കിച്ചും കൂടെ ഒക്കെ പോയാണ് ഡെക്കറേറ്റ് ചെയ്തത്. അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. 2 ദിവസം മുന്നേ ഇട്ടുകൊണ്ട് പോകുന്ന ടെൻഷനായിരുന്നു, പക്ഷേ ഇതുവരെയും പോയിട്ടില്ല. ഒരുങ്ങിയിട്ട് കാണാം. നല്ല ടെൻഷനുണ്ട് അവൾക്ക്. അടിപൊളിയായിട്ട് ഒരുങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ശരിയാവുമോ എന്നുള്ള ടെൻഷനില്ലേ. അതാണ് സാധാരണ എല്ലാ തവണയും എനിക്കും ചിപ്പിക്കും എന്തെങ്കിലുമൊക്കെ. ചിപ്പിക്ക് പിന്നെ കുഴപ്പമില്ല, എനിക്കാണ് എപ്പോഴും അബദ്ധം പറ്റുന്നത്. അപ്പോൾ ഓക്കെ. പിന്നെ എല്ലാ പരിപാടിയും പോലെ തന്നെ ഇത്തവണ ത്രെഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തവണ പ്ലാനിങ് ആയിരുന്നു. ആൻറ്റി അടുത്ത് ഞങ്ങൾ തലേ ദിവസമേ പറഞ്ഞു ആൻറ്റി ത്രെഡും കൂടെ കൊണ്ടുവരണേ, നമുക്ക് 2 പേർക്കും ത്രെഡ് ചെയ്യാം. അപ്പോൾ എന്നെ കല്യാണത്തിന് ഒരുക്കിയ ആൻറ്റി തന്നെയാണ് വിനോദിനി ആൻറ്റി, നിസി മേക്കോവർ. വിനോദിനി ആൻറ്റിയെ നമുക്ക് ത്രെഡ് ചെയ്ത് തന്നു. അശേണ്ണും വിഷ്ണു കിച്ചു ഒക്കെ പല വഴിക്കും പോയിട്ടുണ്ട്. ഓക്കെ. ഓവറുണ്ടോ? ഓവറുണ്ടോ? ഇല്ലല്ലോ. അവളെ ഒരുക്കി കഴിയാറായി. ഇനിയിപ്പോൾ എനിക്ക് ഹെയറും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. എൻ്റെ ഹെയറും കൂടെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ വിഷ്ണു വിളിക്കാൻ വരും. അവിടെ ആളൊക്കെ വന്നു തുടങ്ങി. ആശയുടെ നേരത്തെ പോയി ക്യാമറ സാധനങ്ങളൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് സോ പെട്ടെന്ന് പോകണം. ഗൈസ് ഞങ്ങൾ ലൊക്കേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വില്ല അസ്റ്റോറിയ. ഭയങ്കര തിരക്കായിട്ടാണ് പെട്ടെന്ന് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഞാൻ അവർക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിരുന്നു ആക്ച്വലി വളകാപ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് കൊടുക്കാൻ പറ്റിയില്ല. അത് മാത്രമേ ഉള്ളൂ വിഷമം. അപ്പം നമുക്കത് വീട്ടിൽ ചെന്നിട്ട് കൊടുക്കാം. എന്തായാലും ഫംഗ്ഷൻ അടിപൊളിയാക്കാം. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ വളകാപ്പ് സ്പെഷ്യൽ ആവാൻ തന്നെ കാരണം ഈ പ്ലേസും കൂടിയാണ്. ഭയങ്കര അടിപൊളി ഇൻറ്റീരിയറും ഔട്ട്ഡോറും. നമുക്കിപ്പോൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇന്ന് ശരിക്കും മഴയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഇൻ കേസ് മഴയാണെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഇൻഡോർ സെറ്റ് ചെയ്തത്. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് അവൾക്ക് വളയിട്ട് കൊടുത്തപ്പോൾ എനിക്ക് ശരിക്കും ആനന്ദാശ്രമൊക്കെ വന്നില്ലേ, അതെനിക്ക് വന്നായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോയിൽ കാണാവോ ഇല്ലെന്ന് എനിക്കിനി വീഡിയോ പോയി നോക്കിയാലേ അറിയുള്ളൂ. ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബേബിക്ക് വേണ്ടിയിട്ട്. പക്ഷേ എനിക്കങ്ങനെ അത്രയും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഉള്ളിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ അത് പകുതി പുറത്ത് കാണിക്കുന്നുള്ളൂ. എനിക്ക് അത്ര എക്സൈറ്റ്മെൻറ്റ് കാണിക്കാൻ എനിക്ക് തോന്നില്ല. എനിക്ക് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം, ഭയങ്കര വെയിറ്റിംഗ് ആണ്. അവളുടെ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സാരി മേക്കപ്പും എല്ലാം ഉണ്ട്. അയ്യോ ലിപ് ബാം പക്ഷേ കുറച്ച് കളറുള്ളതാണ്. ഗൈസ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വളകാപ്പ് നടത്താൻ പോകുന്നത്. ഈ ഒരു ഊഞ്ഞാലാണ് ഇവർ സെറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഡോറിനെ കാട്ടിലും ഇൻഡോർ തന്നെ കിടിലോന്ന് തോന്നുന്നു അല്ലേ. മേഘയും സാൻഡ്രയും കൂടെ അവിടെ പട്ടിപ്പണി എടുക്കുന്നുണ്ട്. അവരെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ തലയിൽ പൂ വെക്കണമെന്ന് പറഞ്ഞ് ഓട്ടത്തിലായിരുന്നു. നിങ്ങൾ നോക്കിയാൽ അറിയാൻ ഞാൻ പൂ വെച്ചിരിക്കുന്നത് ഹാരം കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ആ വള്ളി അങ്ങ് കട്ട് ചെയ്യാൻ മറന്നുപോയി. കസിൻസ് എല്ലാവരും കൂടിയാണ് പിന്നെ അവിടെ എല്ലാം സെറ്റ് ആക്കിയത്. സ്വീറ്റ്സും എല്ലാം വെച്ച് 9 പലഹാരം വെക്കണം എന്നാണല്ലോ, 9ാം മാസം അല്ലേ. അപ്പോൾ എല്ലാവരും അടുക്കി നിർത്തി എൻട്രി ഒക്കെ പ്രതീക്ഷിച്ചത് ഒരുമാതിരി എല്ലാവരും കൂടി ചെറ
പറയുന്ന ഇറങ്ങി വരുന്ന പോലെ ആയിപ്പോയി. പിന്നെ എല്ലാവരും ചറ പറയുന്ന വളയിട്ട് കൊടുക്കായിരുന്നു, ഓരോ കയ്യിലും ഓരോ വള. അപ്പം എൻ്റെ അടുത്തും എല്ലാം ലാസ്റ്റ് ഇടാമെന്ന് പറഞ്ഞ് മാറി നിന്നു. എന്നിട്ട് വിചാരിച്ചു വേണ്ട, ഞാൻ ഇപ്പം തന്നെ ഇട്ടേക്കാം, അപ്പോൾ ബാക്കി പണികൾ പോയി നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വളയിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കതിൽ ആനന്ദാശ്രമൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇതിൽ മനസ്സിലാവുന്നുള്ളത് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ചിരിച്ചൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. മറ്റുള്ളവരുടെ മുന്നിൽ കരയുമ്പോൾ ഒരു ചോദിക്കും ഓ ഷോ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ചിരിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ സമയം കൊണ്ട്. പിന്നെ എനിക്ക് അന്നത്തെ ദിവസം ഫോട്ടോ എടുത്തിട്ടും മതിയാവുന്നില്ല. അതെനിക്ക് മൊത്തത്തിൽ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. 2, 3 ഗോ ചെയ്തേ. കാണിക്കാം. അവരിപ്പോ അടുത്ത സെക്ഷൻ ആണുങ്ങൾ അങ്ങനെ വളയിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ പലഹാരം വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ആശേട്ടനാണെങ്കിൽ അവളൊരു ലഡു വെച്ച് കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ, കടിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ച് കൊടുത്തത്. പക്ഷേ ആശേട്ടൻ അത് മൊത്തം കഴിച്ചു. പിന്നെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ആശേട്ടൻ ഫുൾ ഓട്ടായിരുന്നു, അതുകൊണ്ട് കിട്ടിയ ലഡുവും കഴിച്ചിട്ടുണ്ട്. ആശേട്ടന് ഗ്രീനോ റെഡോ എടുക്കണമെന്നായിരുന്നു എനിക്ക്, ഒന്നെങ്കിൽ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ സെയിം. പക്ഷേ ആശേട്ടന് ബോയ്സ് എല്ലാവരും വൈറ്റ് ആയതുകൊണ്ട് എൻ്റെ പ്രഡിക്ഷൻ കൂടെ ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ പ്രഡിക്ഷൻ. കാരണം ഞാൻ പറയുന്നത് ശരിയാണോ ഇല്ലയെന്ന് എനിക്ക് അറിയാം. എൻ്റെ ആഗ്രഹം ഗേൾ ആവണം എന്നാണ്. പക്ഷേ എല്ലാവരും ബോയ് ആണെന്ന് പറയുമ്പോഴും എനിക്ക് മനസ്സിൽ ഗേൾ എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ തെറ്റായിരിക്കും, ചിലപ്പോൾ ശരിയായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഗേൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രഡിക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ബോയ് എന്നാണ് വന്നത്. 28 പേര് ബോയിന്നും 24 പേര് ഗേളെന്നോ. അപ്പോൾ എനിക്ക് ഗേളിനാണ് ആഗ്രഹം. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് പ്രഡിക്ഷൻ ചോദിക്കാം. വിഷ്ണുവിന് പെണ്ണാണോ ആണാണോ? പിങ്ക്, അതായത് പെൺകുട്ടി. എനിക്കതാണ് ആഗ്രഹം കേട്ടോ. ഇനി ചിപ്പിയെടുത്ത് ചോദിക്കാം. അമ്മയല്ലേ? എനിക്ക് പെൺകുഞ്ഞ് വേണമെന്നാണ് ആഗ്രഹം, പക്ഷെ എനിക്കറിയാം ഇതിൻ്റെ അകത്ത് ആൺകുച്ചാണെന്ന്. കണ്ടറിയാം. കാരണം എന്താ? ഇവളുടെ അമ്മേനെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കണം, അത് കണ്ടിട്ടറിയാം. വിഷ്ണു പറയുന്നത് ഇവള് അമ്മേനെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നു, അതുകൊണ്ട് ഇവൾക്ക് ഒരു പെൺകുച്ചായിരിക്കും, പെൺകുച്ച് ഇവളെ ദ്രോഹിക്കുമായിരിക്കും എന്നാണ് വിഷ്ണു ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആശേട്ടാ ഫോട്ടോ എടുക്കാം. 6 മണിക്ക്. അതാണ് ഞാൻ പറയട്ടെ, അത് സാരമില്ല. ഇപ്പൊ എന്നോട് വെള്ളക്കാരാണ് ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നത്. ആശയുടെ വല്യച്ഛനാണ് കേട്ടോ. വല്യച്ഛൻ, കൊച്ചച്ഛൻ, മാമൻ, അച്ഛൻ, അതാണ് വല്യമ്മ. ഓക്കെ കഴിഞ്ഞോ? ഓക്കെ സെറ്റ്. ഓക്കെ, പാക്കപ്പ്. സോ ഗൈസ്, അപ്പോൾ വളകാപ്പ് തീരാൻ പോവാണ്. പക്ഷേ ഇനിയിപ്പോൾ ബേബി വരാൻ ഇനി കൂടിപ്പോയ 1 മാസം കാണുള്ളൂ. വിഷ്ണു വന്നിട്ട് വളകാപ്പ് നടത്തണമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ 7ാമത്തെ മാസം അറിയിപ്പ് പൊങ്കാലയായിട്ട് മാത്രം നടത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ വിഷ്ണു വന്നു, എല്ലാവരും വന്നു, ഇനി ബേബിയും കൂടി വന്നാൽ മതി. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എയ്റോപ്ലെയിൻ ഭയങ്കര ശബ്ദം. ഓക്കെ, എനിക്കിന്ന് എൻ്റെ മേക്കപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ എനിക്ക് എന്തെങ്കിലും മാലയിലോ എന്തെങ്കിലും കുറവ്, ഇത് നമ്മുടെ നിധിയുടെ സ്വന്തം മാലയാണ്, അതുകൊണ്ട് മാറ്റി ഇട്ട് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ മൈലാഞ്ചി, പാള എല്ലാം ഇന്ന് സെറ്റായിരുന്നു എന്നാണ് എനിക്ക് സ്വയമേ തോന്നിയത്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്.